السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റൈറ്റ് സൊല്യൂഷൻ എന്ന ഇസ്ലാമിക് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരാമർശിക്കുന്ന വിഷയം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ 7 തരം മാരകമായ സിഹ്റുകളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 സിഹ്റുകളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. സിഹ്റുൽ മഹബ്ബ, അതായത് വശീകരണത്തിൻ്റെ സിഹ്റ്, സിഹ്റുൽ ഫിറാഖ്, വേർപിരിക്കലിൻ്റെ സിഹ്റ്. ഈ 2 സിഹ്റുകളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സിഹ്റ് എന്ന് പറയുന്നത് സിഹ്റുൽ മറള്, രോഗിയാക്കാനുള്ള സിഹ്റ്. അതായത് ഒരു മനുഷ്യനെ ശാരീരികമായും മാനസികപരമായും തകർക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹ്റ്. അയാളെ രോഗിയായിക്കൊണ്ട് അയാളെ ശാരീരികപരമായും മാനസികപരമായും തകർത്ത് അയാളെ ജീവിതം എല്ലാ നിലക്കും തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിഹ്റാണ് സിഹ്റുൽ മറള് എന്ന് പറയുന്നത്. സിഹ്റുൽ മറള്, അതായത് രോഗിയാക്കാനുള്ള സിഹ്റ്, 2 തരത്തിൽ ഒരാൾക്ക് ബാധിക്കാം. അതായത് സിഹ്റ് ചെയ്യുന്നവർ ഏത് രീതിയിലാണോ അയാൾക്ക് രോഗിയാക്കാനുള്ള സിഹ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തരത്തിൽ ഈ സിഹ്റുൽ മറള്, രോഗത്തിനുള്ള സിഹ്റ് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഒരാൾക്ക് രോഗമുണ്ടാവുക, സാധാരണ രീതിയിൽ രോഗമുണ്ടാവുക. രോഗമുണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പരിശോധിക്കുന്നു, ഇന്ന രോഗമാണെന്ന് പറയുന്നു, അതിനുള്ള മെഡിസിന് ഡോക്ടർ എഴുതി തരുന്നു, നമ്മൾ മരുന്ന് കഴിക്കുന്നു. പക്ഷേ ഈ മരുന്നിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ ഏശുന്നില്ല. കാരണം മരുന്ന് ശരീരത്തിൽ അതിൻ്റെ എഫക്റ്റ് ഏശിയാലല്ലേ രോഗം മാറുള്ളൂ. ആ മരുന്നിൽ അള്ളാഹു ശിഫ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ മരുന്ന് കഴിക്കുന്നു, രോഗം മാറുന്നില്ല, മരുന്നിൻ്റെ ഒരു എഫക്റ്റും ശരീരത്തിൽ ഏശുന്നില്ല. ആ രീതിയിൽ സിഹ്റ് ബാധിക്കും. അതായത് രോഗം എന്താണെന്ന് ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ആ രോഗം മാറാനുള്ള മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാത്ത അവസ്ഥ, മെഡിസിനുകൾ ഒന്നും തന്നെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാത്ത അവസ്ഥ, ഒന്ന് അതാണ്. രണ്ടാമത്തത്, ശരീരത്തിൽ എന്തൊക്കെയോ രോഗങ്ങൾ ഉള്ളതായിട്ട് തോന്നുക, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവുക, വേദനകൾ ഉണ്ടാവുക, മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാവുക, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിനുണ്ടാവും. ആ വ്യക്തിക്ക് ഉള്ളതായിട്ട് തോന്നും, ഉണ്ടാവും, ശരിയായിട്ട് തന്നെ ആ വ്യക്തിക്ക് രോഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് പോകുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പരിശോധിക്കുന്നു, ഒന്നും പ്രത്യേകിച്ചിട്ട് കാണാൻ പറ്റുന്നില്ല, രോഗങ്ങളൊന്നും ശരീരത്തിൽ കാണാൻ പറ്റുന്നില്ല, ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വ്യക്തിക്ക് രോഗങ്ങൾ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഡോക്ടർ സാധാരണയായിട്ട് അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? ടെസ്റ്റുകൾ ചെയ്യാൻ പറയും. ബ്ലഡ് ടെസ്റ്റും മറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാം നോർമലായിരിക്കും. പക്ഷേ ആ വ്യക്തിക്ക് രോഗം ഉണ്ട് താനും. അതായത് ശരീരത്തിൽ രോഗമുള്ളതായിട്ട് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുകയും ആ രോഗത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും വ്യക്തിക്ക് അനുഭവപ്പെടുകയും, പക്ഷേ ഡോക്ടർ പരിശോധിച്ചിട്ടും ടെസ്റ്റുകൾ ചെയ്തിട്ടും രോഗം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ. ഈ രീതിയിലും സിഹ്റ് ബാധിക്കാം. ഇതാണ് രണ്ടാമത്തെ രീതിയിൽ ബാധിക്കുന്ന സിഹ്റുൽ മറള് എന്ന് പറയുന്നത്. 2 രീതിയിൽ ബാധിച്ചാലും അത് വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസവുമുള്ള ഒരു സിഹ്റ് തന്നെയാണ്. ചില ആളുകൾക്ക് കാലാകാലം മരണം വരെ ഈ രോഗത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരും. ചിലർക്ക് സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരുപാട് തകർച്ചകൾ സംഭവിക്കും. കാരണം ഒരുപാട് ചികിത്സകൾ നടത്തും, രോഗങ്ങൾ മാറൂല. അങ്ങനെ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാകും. രോഗങ്ങൾ വന്നത് കാരണം ശരീരവും
ക്ഷയിച്ച് വളരെയേറെ ശോഷിച്ച അവസ്ഥയുമാവും. അള്ളാഹു ഇതുപോലെയുള്ള സിഹറുകളെ തൊട്ട്, ഈ സിഹറിൻ്റെ ബുദ്ധിമുട്ടുകളെ തൊട്ട്, സാഹചര്യങ്ങളെ ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹു നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള സിഹറുകൾ ബാധിക്കുന്നതിന് തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും കാവലിന് ചോദിക്കണം. സിഹർ ബാധിച്ചാൽ അവിടെ ഇവിടെയും പോയിട്ട് പൈസ കളയാതെ അള്ളാഹും റസൂലും പഠിപ്പിച്ച രീതിയിൽ, എൻ്റെ മുൻ വീഡിയോകളിലൊക്കെ സിഹർ ബാധയേറ്റാൽ അത് തിരിച്ചറിഞ്ഞാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കേട്ടുകൊണ്ട് സിഹർ ബാധിച്ചാൽ എന്താണ് അതിന് പരിഹാരം, അതെങ്ങനെയാണ് തിരിച്ചറിയുക, അതിനുള്ള ചെല്ലേണ്ടത് എന്തൊക്കെയാണ്, ഓതേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കാൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാ സിഹറിൻ്റെ ബുദ്ധിമുട്ടുകളെ തൊട്ടും സാഹചര്യങ്ങളെ ബുദ്ധിമുട്ടുകളെ തൊട്ടും നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഒരാൾക്കും അങ്ങോട്ട് സിഹർ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് എനിക്ക് ചെയ്തത് ഞാൻ അവനെ വിടില്ല അങ്ങനെയൊന്നും പറയാനോ നമ്മൾ മനസ്സിൽ അങ്ങനെ കരുതാനോ പാടില്ല. ആരാണ് ചെയ്തിട്ടുള്ളത് അതിന് അവർക്ക് അള്ളാഹു തക്കതായ ശിക്ഷ ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നൽകുന്നതായിരിക്കും. കാരണം സിഹർ എന്നുള്ളത് വലിയ വൻ പാപങ്ങളിൽ, അതായത് വലിയ പാപങ്ങളിൽ, മഹാപാപങ്ങളിൽ പെട്ട രണ്ടാമതായി എണ്ണിയ കാര്യമാണ് സിഹർ എന്നുള്ളത്. സിഹർ ചെയ്യുന്നവർ ഈമാനും നഷ്ടപ്പെട്ടു പോകും, അവിടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ളവർ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്തിരിയുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സിഹറിനെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും ശൈത്വാനത്തിൻ്റെ പ്രയാസങ്ങളെ തൊട്ടും സാഹചര്യങ്ങളെ ബുദ്ധിമുട്ടുകളെ തൊട്ടും അള്ളാഹു നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.